നോക്കാം. NMMS 2025 ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് NMMS പരീക്ഷ ഈ വർഷം. ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും, അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ന് ഞായറാഴ്ച ആണെങ്കിൽ 60 ദിവസം കഴിയുമ്പോൾ ഏത് ദിവസമായിരിക്കും? കലണ്ടറിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഉറപ്പായിട്ട് കലണ്ടറിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഒരെണ്ണം ഉറപ്പായിട്ട് ചോദിക്കും. ഇത് കാണുവാനായിട്ട് 60 ദിവസം കഴിയുമ്പോഴുള്ള ദിവസമല്ലേ കാണേണ്ടത്? ഇത് കാണുവാനായിട്ട് തന്നിരിക്കുന്ന 60നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഒരാഴ്ചയിൽ 7 ദിവസങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പോൾ 60നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 8 എന്ന് കിട്ടും അല്ലേ? 8 7 56 60ൽ നിന്ന് 56 കുറച്ചാൽ 4. നമുക്ക് ഇങ്ങനെയുള്ള കണക്കുകളിൽ നമ്മൾ ഈ ശിഷ്ടമായ 4 നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കുക. പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച ആണെങ്കിലല്ലേ, ഞായറാഴ്ച കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ ഏത് വരും? ഞായർ കഴിഞ്ഞ് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ വ്യാഴം ആണ്. ഞായറാഴ്ച കൂടെ 4 കൂട്ടിയാൽ മതി, വ്യാഴമാണ്. ഓക്കെ.